കൃപാസനം. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നാം ധ്യാനിക്കുന്ന ചോദ്യം, സിക്കമൂർ മരത്തിൽ കയറി ഇറങ്ങിയാൽ നമുക്ക് മാറ്റമുണ്ടാകുമോ എന്നുള്ളതാണ്. സിക്കമൂർ മരത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിലാണ്. സക്കേവൂസ് എന്ന് പറയുന്ന പൊക്കം കുറഞ്ഞ മനുഷ്യനെ 4 സുവിശേഷങ്ങളിൽ ലൂക്കാ സുവിശേഷകൻ മാത്രമാണ് പരിചയപ്പെടുത്തുന്നത്. സക്കേവൂസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ, പേരിൻ്റെ അർത്ഥം തന്നെ റൈച്ചസ് പേഴ്സൺ എന്നാണ്, നീതിമാനായ മനുഷ്യൻ. എന്നാൽ പേരുമായി അതിൻ്റെ അർത്ഥവുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു ജീവിതമായിരുന്നു സക്കേവൂസിൻ്റേത്. സക്കേവൂസ് ടാക്സ് കളക്ട് ചെയ്യുന്ന, നികുതി പിരിക്കുന്ന ഒരാളായിരുന്നു. അക്കാലത്ത് ഇസ്രയേൽ മുഴുവൻ, വിശുദ്ധമായ നഗരികൾ മുഴുവൻ റോമ ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരുന്നു. അതുകൊണ്ട് റോമ ഗവൺമെൻറ്റിന് വേണ്ടി നികുതി പിരിക്കുന്ന ജോലിയായിരുന്നു സക്കേവൂസിൻ്റേത്. അവിടെയുള്ള ഇസ്രായേലിലെ മിക്കവാറും ജനങ്ങൾക്ക് നികുതി പിരിക്കുന്ന മനുഷ്യരോട് ഭയങ്കര എതിരായിരുന്നു. അവരേറെ വെറുത്തിരുന്നു. മാത്രവുമല്ല, സക്കേവൂസിനെ പോലെയുള്ള ടാക്സ് കളക്ട് ചെയ്യുന്ന ഓഫീസർമാർ ഒരുപാട് പൈസ കളക്ട് ചെയ്യുമെന്നുള്ളത് കൊണ്ട് കൂടുതൽ എതിർപ്പുമുണ്ടായിരുന്നു. സക്കേവൂസ് ആകട്ടെ ചീഫ് ടാക്സ് കളക്ടറായിരുന്നു. അതുകൊണ്ട് ഒരുപാട് വെറുപ്പ് ആ മനുഷ്യൻ സ്വീകരിച്ചിരുന്നു. ഇങ്ങനെ ഇരിക്കെയാണ് ഒരുപാട് ആളുകൾ യേശുവിൻ്റെ, ദൈവത്തിൻ്റെ പെസഹ ആചരിക്കാൻ ജെറുസലേമിലേക്ക് പോകുന്നത്. ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്ന വഴിയിൽ ജെറീക്കോയിലാണ് ചെക്ക് പോസ്റ്റ്. അവിടെയാണ് ചെക്കിങ് നടക്കുന്നത്. യേശു ഉൾപ്പെടെ പെസഹ ആചരിക്കുന്നതിന് വേണ്ടി യാത്ര പോവുകയാണ്. പെസഹ ആചരിക്കുന്നതിന് വേണ്ടി യാത്ര പോകുമ്പോൾ ഭയങ്കരമായ ഒരു ജനസമൂഹം യേശുവിനെ കാണാൻ കാത്തു നിന്നു. കാരണം അവരിൽ പലരും കേട്ടിട്ടുണ്ട്, ലാസറിനെ ഉയർപ്പിച്ചവനാണിവനെന്ന്, അന്ധനായ ബർത്തമിയൂസിന് കാഴ്ച കൊടുത്തവനാണിവനെന്ന്, ഒരുപാട് മഹാത്ഭുതങ്ങൾ പ്രവർത്തിച്ച് 5 അപ്പം 5000-ക്കും അതിനപ്പുറം പുരുഷാരത്തിനും വേണ്ടി വിഭജിച്ച് പങ്കിട്ടവനാണിവനെന്നൊക്കെയുള്ള ഒരുപാട് വാർത്തകൾ അന്ന് അവിടെയൊക്കെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവനെ ഒരു നോക്ക് കാണാൻ പലരും ദാഹിച്ചു. സഹോദരങ്ങളെ, ദൈവത്തെ കാണാൻ, യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിൽ ഒന്നാമതായി ഉണ്ടാകേണ്ട ചിന്ത, അധികമായൊരു ദാഹമുണ്ടാകണം. ദൈവത്തെ കാണാനുള്ളൊരു ദാഹം നമ്മുടെ ഉള്ളിലുണ്ടാകണം. അപ്പോൾ സക്കേവൂസിനും ഇതുപോലൊരു ദാഹമുണ്ടായി. ഒരുപക്ഷെ ഒരു ക്യൂരിയോസിറ്റിക്കുള്ളൊരു ദാഹമായിരിക്കാം. ഇങ്ങനെയുള്ള ഒരു മാന്ത്രിക വിദ്യക്കാരനെ കാണുക എന്നുള്ള വിധത്തിലായിരിക്കാം കാണാനായിട്ട് ആഗ്രഹിച്ചത്. എന്നിരുന്നാൽ കൂടിയും വലിയൊരു ദാഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ദാഹമുള്ളവർ ജനക്കൂട്ടത്തിൽ മാത്രം നിന്നാൽ പോരാ, ജനക്കൂട്ടം ചെയ്യുന്നതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായി പോകണം. എന്ന് പറഞ്ഞാൽ, രണ്ടാമതായി അക്കൂട്ടർ കഷ്ടപ്പെടാൻ തയ്യാറാകും. അപ്പോൾ യേശുവിനെ കാണാൻ ആഗ്രഹിച്ച വലിയ പറ്റം ആളുകൾ ജനക്കൂട്ടത്തിൻ്റെ കൂട്ടത്തിൽ മാത്രം നിന്നപ്പോൾ സക്കേവൂസ് ആകട്ടെ മരത്തിൻ്റെ മുകളിൽ പിടിച്ചു കയറിയാണെങ്കിൽ പോലും അതിൻ്റെ മുകളിൽ കയറി യേശുവിനെ ഒന്ന് കണ്ടാൽ മതി എന്നവൻ ചിന്തിച്ചു. കാരണം അവന് പൊക്കം കുറവായിരുന്നുവെന്ന് സ്നേഹകാരുണ്യത്തിൻ്റെ സുവിശേഷകനായ ലൂക്കാ സുവിശേഷകൻ എഴുതുന്നു. അവൻ മരത്തിൻ്റെ മുകളിൽ കയറാൻ നേരത്ത് സത്യത്തിൽ ഒരുപാട് പേരോട് അവൻ സഹായം ചോദിച്ചിട്ടുണ്ടാകും. ആരും ഒരു സഹായം അവന് ചെയ്തില്ല. കാരണം പോക്കറ്റിൽ നിന്ന് കാശ് തട്ടിപ്പറിച്ചെടുക്കുന്നവനാണ് ഇവൻ. ടാക്സ് കളക്ടറിന് ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യുമോ? ഒരു സഹായവും ചെയ്തില്ല. അതുകൊണ്ട് അവൻ തന്നെ കഷ്ടപ്പെട്ട് മുകളിലേക്ക് കയറുന്നു. സത്യത്തിൽ അവൻ മുകളിലേക്ക് കയറുന്നത് തന്നെ ഒരടയാളമാണ്. എന്തിൻ്റെ അടയാളമാണ്? സാധാരണ ജനക്കൂട്ടത്തിലുള്ള മിക്കവാറും ആളുകൾ ആ സ്ഥലത്ത് തന്നെ നിൽക്കാൻ ആഗ്രഹിച്ചപ്പോൾ സക്കേവൂസ് കുറേ കൂടി മുകളിലേക്ക് കയറിക്കൊണ്ട് യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. കഷ്ടപ്പെട്ടുകൊണ്ടാണെങ്കിലും യേശുവിൻ്റെ തിരുമുഖം കാണാൻ ആഗ്രഹിച്ചു. കഷ്ടപ്പെട്ട് ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം അവരുടെ അടുത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 7:7 നമ്മൾ വായിക്കും, നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾ അവനെ കണ്ടെത്തും. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 29:13 നമ്മൾ വായിക്കും, നിങ്ങൾ എന്നെ അന്വേഷിക്കുമെൻ, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ അന്വേഷിച്ചാൽ നിങ്ങൾ തീർച്ചയായും എന്നെ കണ്ടെത്തും.
നിയമാവർത്തന പുസ്തകം 4:29 നമ്മൾ വായിക്കും, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടി അന്വേഷിക്കുവിൻ. സുഭാഷിതങ്ങളുടെ പുസ്തകം 8:17 നമ്മൾ വായിക്കും, ജാഗ്രതയോടെ നിങ്ങൾ അവനെ അന്വേഷിച്ചാൽ നിങ്ങൾ തീർച്ചയായും അവനെ കണ്ടെത്തും. ആമോസ് പ്രവാചകന്റെ പുസ്തകം 5:4 നമ്മൾ വായിക്കും, കർത്താവിനെ നിങ്ങൾ അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തുകയും അവനിൽ നിങ്ങൾ ജീവിക്കുകയും ചെയ്യും. അപ്പോൾ അന്വേഷിക്കുന്നവനാണ് ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്നത്. അന്വേഷിക്കുന്നവൻ്റെ പക്കലേക്ക് ഇതാ ഒരുപാട് വരണ്ട ഒരു നിലം ജലത്തിന് വേണ്ടി ദാഹിക്കുന്നത് പോലെ, ദാഹം കൊണ്ട് ഏറെ വിഷമിക്കുന്ന ഒരു മാൻപേട കുറച്ച് വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്നത് പോലെ ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നവരുടെ അടുത്തേക്ക് ദാഹജലമായി കർത്താവ് കടന്നു വരികയാണ്. ഇതാ മുകളിലേക്ക് പടച്ച് കയറിയ സക്കായിയുടെ അടുത്തേക്ക് കർത്താവായ യേശു വന്നു. യേശു വന്നിട്ട് അവനോട് താഴെ ഇറങ്ങാൻ പറഞ്ഞു. സഹോദരങ്ങൾ, നമ്മൾ ഓർക്കണം, ദൈവത്തിനു വേണ്ടി ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കുമ്പോൾ ദൈവം ഒരുപാട് സ്റ്റെപ്പുകൾ നമ്മുടെ അടുത്തേക്ക് എടുക്കുകയാണ്. ദൈവത്തെ കാണാൻ ഇവൻ ഈ മരത്തിൻ്റെ മുകളിലേക്ക് കയറിയപ്പോൾ കർത്താവാകട്ടെ അവൻ്റെ അടുത്തേക്ക് കുറേ കൂടി അടുത്ത് വരികയാണ്. ഒരുപക്ഷെ മനുഷ്യർ കാണാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അവൻ മരത്തിൻ്റെ മുകളിൽ ഒളിച്ചിരുന്നതായിരിക്കാം. എന്നിരുന്നാൽ കൂടിയും അവൻ ഒരു കഷ്ടപ്പാട് ഏറ്റെടുത്തു. കഷ്ടപ്പാട് ഏറ്റെടുക്കുന്നവരെ, പ്രത്യേകിച്ചും ദൈവത്തിനു വേണ്ടി കഷ്ടപ്പാടുകൾ ഏറ്റെടുക്കുന്നവരെ ദൈവം ഒരിക്കലും മറന്നു കളയില്ല. അവൻ്റെ അടുത്തേക്ക് ചെന്നു, അവനോട് ഇറങ്ങി വരാൻ പറഞ്ഞു. ഇറങ്ങി വരാൻ പറഞ്ഞു എന്ന് മാത്രമല്ല, നിന്നോടൊപ്പം നിൻ്റെ ഭവനത്തിൽ എനിക്ക് ചെലവഴിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഇങ്ങനെയാണ് യേശു സക്കായിയുടെ ഭവനത്തിലേക്ക് പോകുന്നത്, സക്കേവൂസിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. സക്കേവൂസിൻ്റെ വീട്ടിൽ ചെന്ന് അവിടെ ചെന്ന് ഏതാനും സമയം കഴിഞ്ഞപ്പോഴത്തേനും പ്രകൃതം മൊത്തം മാറി. നമ്മൾ കാണുന്നതനുസരിച്ച്, ബൈബിൾ കാണുന്നതനുസരിച്ച് എന്തായിരുന്നാലും മിസ്സിസ് സക്കേവൂസ് അവിടെ ഉണ്ടായില്ല. അതുകൊണ്ട് സക്കേവൂസിന് തീരുമാനം എടുക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടായി. പെട്ടെന്ന് തീരുമാനങ്ങളെടുത്തു. അല്ലെങ്കിൽ മിസ്സിസിനോട് ചോദിച്ച്, പിള്ളേരോട് ചോദിച്ചൊക്കെ വരുമ്പോഴത്തേനും തീരുമാനം എടുക്കാൻ പറ്റില്ല. നമ്മൾ ഓർക്കണം സഹോദരങ്ങളെ, ദൈവത്തിന് വേണ്ടി നമ്മളൊരു തീരുമാനം എടുക്കുന്ന നേരത്ത് അധികം മിസ്സിസുമാരോടും മിസ്റ്റർമാരോടും ചോദിച്ചാൽ, പിള്ളേരോട് കൂടുതൽ ആലോചന നടത്തിയാൽ കർത്താവിന് വേണ്ടി നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അബ്രാഹാം സാറയോട് ആലോചന ചോദിച്ചിരുന്നെങ്കിൽ സത്യത്തിൽ ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ മോറിയ മലയിലേക്ക് പോകുമായിരുന്നോ? നമുക്ക് സംശയമുണ്ട്. സത്യത്തിൽ ദൈവം നൽകുന്ന വിളിയോട് പ്രത്യുത്തരിക്കുന്ന നേരത്ത് നമ്മൾ കൃത്യമായി ഡിസേൺ ചെയ്യണമെങ്കിൽ കൂടിയും മറ്റുള്ളവരോട്, പ്രത്യേകിച്ചും എല്ലാവരോടും ആലോചന ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. സക്കേവൂസ് നിർണായകമായ 2 തീരുമാനമെടുത്തു. ഒന്നാമത്തെ തീരുമാനം, ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. രണ്ടാമത്തെ തീരുമാനം, എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് പങ്കിടുന്നു. സഹോദരങ്ങൾ, ഈ 2 തീരുമാനമെന്ന് പറയുന്നത് അവൻ ഏറ്റവും അധികം അവൻ്റെ ചെറുപ്പം മുതലേ അവൻ അധ്വാനിച്ചത് ഈ സ്വത്തിന് വേണ്ടിയിട്ടാണ്. ആ സ്വത്താണ് അവൻ പങ്കിടുന്നത്. ചില വ്യാഖ്യാതാക്കൾ ഇങ്ങനെ പറയാറുണ്ട്, അവൻ സ്വത്തിൻ്റെ പകുതി പങ്കിടുകയും 4 ഇരട്ടി മടക്കി കൊടുക്കുകയും ചെയ്തപ്പോൾ പിന്നെ അവന് ഒന്നും ഉണ്ടായില്ല, ഒന്നും ബാക്കിയുണ്ടായില്ല. അവന് ഒന്നും ഉണ്ടായില്ലെങ്കിലും എല്ലാമുള്ള ഒരാളവൻ്റെ സ്വന്തമായി, അത് കർത്താവായ യേശുവാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാമുള്ള കർത്താവ് ചിലപ്പോൾ നമുക്ക് സ്വന്തമാകില്ല. എന്നാൽ പല കാര്യങ്ങളും അവൻ വിഭജിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാമുള്ള കർത്താവ് അവൻ്റെ സ്വന്തമായി. അവൻ എടുത്ത തീരുമാനം അവനെ മാറ്റി. അപ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, കർത്താവിന് വേണ്ടി അവൻ ദാഹിച്ചു. രണ്ടാമതായി, ദാഹിക്കുക മാത്രമല്ല, അതിന് അനുസൃതമാകുന്ന വിധത്തിൽ കർത്താവിനെ കാണാൻ അവൻ കഷ്ടപ്പെട്ടു. മൂന്നാമതായി, അവൻ തീരുമാനമെടുത്തു. ഈ 3 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിന് വേണ്ടി അവൻ തീരുമാനം എടുത്തു എന്നുള്ളതാണ്. സത്യത്തിൽ ആ തീരുമാനം അവൻ എടുത്തില്ല എങ്കിൽ ആ കുടുംബത്തിൽ രക്ഷ കൈവന്നു എന്നൊരു വചനം അവർ കേൾക്കില്ലായിരുന്നു. ഒരിക്കലും അവന് കേൾക്കാൻ കഴിയുമായിരുന്നില്ല. അവൻ കഷ്ടതകൾ അനുഭവിക്കുകയും കർത്താവിനെ ഏറെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും ചെയ്ത് കർത്താവിന് വേണ്ടി അവൻ തീരുമാനമെടുത്തതുകൊണ്ട് അവൻ്റെ വീടിന് കൈവന്നത് രക്ഷയാണ്. സമ്പത്ത് പറിക്കാൻ ഓടി നടന്നവൻ സമ്പത്ത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഓടി നടക്കുന്നു. സമ്പത്ത് അകാരണമായി, അധികമായി മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിച്ചവൻ അത് മറ്റുള്ളവർക്ക് പങ്കിടാൻ വേണ്ടി ഓടി നടക്കുന്നു.
ഇത് രക്ഷ അവൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. സഹോദരങ്ങളെ, നമ്മൾ അറിയണം, ജീവിതത്തിൽ ക്രിസ്തുവിലൂടെയുള്ള രക്ഷ എന്ന് പറയുന്നത് സ്വർഗത്തിൽ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. അത് നമ്മൾ ഇവിടെ ആരംഭിക്കും. നമ്മൾ യേശുവിന് വേണ്ടി ഒരു തീരുമാനമെടുക്കുമ്പോൾ അവിടെ നമ്മൾ ആരംഭിക്കും. രക്ഷ അതിൻ്റെ പൂർണ്ണതയാണ് സ്വർഗത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. അവൻ കർത്താവിന് വേണ്ടി തീരുമാനിച്ചു, അത് അവൻ്റെ ജീവിതത്തിൽ രക്ഷയായി മാറുകയും ചെയ്തു. ശക്തമായ തീരുമാനങ്ങൾ എടുക്കാത്തത് കൊണ്ടാണ് പലരുടെയും ജീവിതത്തിൽ ദൈവം ശക്തമായി ഇടപെടാതെ പോകുന്നത്. ശക്തമായി ശബ്ദത്തിൽ പ്രാർത്ഥിക്കുന്ന നമ്മൾ ശക്തമായ തീരുമാനം ദൈവത്തിനു വേണ്ടി എടുക്കാത്തത് കൊണ്ട് ശക്തനായ ദൈവത്തിന് ശക്തമായ വിധത്തിൽ നമ്മുടെ ജീവിതത്തിലോ കുടുംബത്തിലോ ഇടപെടാൻ കഴിയുന്നില്ല. സക്കായി ശക്തിയുള്ള മഹത്വത്തിൻ്റെ അടയാളമായ ഒരു തീരുമാനമെടുത്തു. അതവൻ്റെ ഭവനത്തിന് രക്ഷയായി മാറി. ഈ സംഭവത്തിന് മറ്റൊരു ഭാഷ്യം കൂടിയുണ്ട്, മറ്റൊരു ഭാഗം കൂടിയുണ്ട്. അത് കുറേ കൂടി രസകരവുമാണ്. സക്കേവൂസിൻ്റെ വീട്ടിൽ ഈ രക്ഷ കൈവരുകയും സക്കേവൂസിന് ഈ മാറ്റം ഉണ്ടാവുകയും ചെയ്തപ്പോൾ നാട്ടിൽ മുഴുവൻ അത് ചർച്ചാവിഷയമായി. നികുതി പിരിക്കുകയും പോക്കറ്റിൽ നിന്നും മനുഷ്യൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ പറിച്ചെടുക്കുകയും ചെയ്തവൻ ഇത്ര പെട്ടെന്ന് എങ്ങനെ മാറി? പല വിധത്തിൽ ആളുകൾ സംസാരം തുടങ്ങി. സക്കേവൂസ് എന്തുകൊണ്ടാണാവോ ഇത്ര പെട്ടെന്ന് മാറിയത്? സക്കേവൂസിൽ എന്താണാവോ സംഭവിച്ചത്? ചിലർ പറഞ്ഞു യേശുവിനെ കണ്ടുമുട്ടിയത് കൊണ്ടാണ് അവന് മാറ്റമുണ്ടായത്. ചിലർ പറഞ്ഞു അവൻ കള്ളനാണ്, അവൻ നമ്മളെ വീണ്ടും പറ്റിക്കാൻ വേണ്ടി കുറച്ച് കാലത്തേക്ക് ഉണ്ടാക്കിയെടുത്തൊരു മാറ്റമാണ്. ചിലർ പറഞ്ഞു അല്ല, അവന് വലിയ പശ്ചാത്താപം ഉണ്ടായി, അതുകൊണ്ടാണ് അവൻ മാറ്റം ഉണ്ടായത്. എന്നാൽ വേറൊരു കൂട്ടർ പറഞ്ഞു സിക്കമൂർ മരത്തിൽ കയറിയത് കൊണ്ടാണ് അവന് മാറ്റമുണ്ടായത്. സഹോദരങ്ങളെ, അന്ന് സമകാലികരായ കുറേ മനുഷ്യർ സിക്കമൂർ മരത്തിൽ കയറിയത് കൊണ്ടാണ് മാറ്റമുണ്ടായത് എന്നുള്ള ചിന്ത ആവേശത്തോടെ എടുത്തു. അവരെന്താണ് ചെയ്തത്? അവർ പിറ്റേ ദിവസം മുതൽ സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ കയറി തുടങ്ങി. പിള്ളേർ കയറുന്നു, നാട്ടുകാർ കയറുന്നു, അച്ഛന്മാർ കയറുന്നു, എല്ലാവരും സിക്കമൂർ മരത്തിൽ കയറുന്നു, ഇറങ്ങുന്നു. ഇപ്പം മാറ്റം ഉണ്ടാകും, ഇപ്പം മാറ്റം ഉണ്ടാകും എന്ന് കരുതിക്കൊണ്ടാണ് ആളുകൾ മുഴുവൻ കയറി ഇറങ്ങുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സിക്കമൂർ മരത്തിൽ കയറുന്നവരുടെ ഒരു കമ്മിറ്റി ഉണ്ടായി. ആ കമ്മിറ്റിക്കാരെല്ലാവരും കൂടി പൈസ കളക്ട് ചെയ്യും. സിക്കമൂർ മരത്തിൽ കയറാൻ ടോക്കൺ കൊടുക്കുന്നു, ആവശ്യമുള്ളവർക്ക് കയറാം, ഇറങ്ങുന്നു, അവർക്ക് രക്ഷ കൈവരും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, തീരുമാനം എടുക്കാതെ ഏതൊരു കർമ്മം ചെയ്തിട്ടും പ്രത്യേക പ്രയോജനമില്ല. നിങ്ങൾക്കറിയാമായിരിക്കണം, കേരളത്തിലെ പഴയ ചില പള്ളികളിൽ ഏറ്റവും കൂടുതൽ വിശുദ്ധ സക്രാരിയോട് ചേർന്നിരിക്കുന്ന ജീവി ആരാണ്? ജീവി ഏതാണ്? ആ ജീവി അച്ഛനല്ല, ശമ്മാശനല്ല, അൾത്താരപാലനല്ല, ദൈവജനമല്ല, ആരുമല്ല, മറിച്ച് അത് പല്ലികളാണ്. അൾത്താരയിൽ പഴയ കേരളത്തിലെ ചർച്ചസിൽ, ദേവാലയങ്ങളിൽ നമ്മൾ കാണും, സക്രാരിയോട് ചേർന്ന് കുറേ പല്ലികളുണ്ടാകും. ഈ പല്ലികൾ എത്ര നൂറ്റാണ്ട് അവിടെ ചെലവഴിച്ചാലും ദൈവത്തിന് വേണ്ടി തീരുമാനമെടുക്കാൻ പറ്റാത്ത ജീവി ആയതുകൊണ്ട് ആ പല്ലിയിൽ യാതൊരു വ്യത്യാസവും സംഭവിക്കാനില്ല. ഇതുപോലെ തന്നെ സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ ഒരുപാട് പേര് കയറി ഇറങ്ങി. പക്ഷെ അവരൊന്നും വിശുദ്ധ സക്കേവൂസായി മാറിയില്ല. അവരുടെ വീട്ടിലൊന്നും രക്ഷ കൈവന്നില്ല. മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഒരുപാട് വിശുദ്ധമായ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ട്, അനുഗ്രഹീതമായ മലകൾ കയറി ഇറങ്ങുന്നവരുണ്ട്, വിശുദ്ധന്മാർക്ക് പോയി കോഴിയെ വെട്ടുന്നവരുണ്ട്, നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നവരുണ്ട്, ഉപവാസത്തിൻ്റെ പ്രത്യേക ധ്യാനങ്ങൾ നടക്കുകയും അതിൽ പങ്കുപറ്റുകയും ചെയ്യുന്നവരുണ്ട്. ചിലർ ധ്യാനം കൂടി കുറേ ദിവസം ഉപവസിച്ചു എന്നുള്ളത് കൊണ്ട്, ഡയറ്റൊക്കെ കൃത്യമായി നടത്തുന്നത് കൊണ്ട് ബോഡി കുറയുമെന്നും അല്ലാതെ ആത്മീയത വർദ്ധിക്കണമെന്നില്ല. എന്ത് നമ്മൾ ചെയ്തില്ലെങ്കിൽ, ദൈവത്തിന് വേണ്ടി തീരുമാനമെടുത്തില്ലെങ്കിൽ, ദൈവത്തിന് വേണ്ടി തീരുമാനമെടുക്കുമ്പോഴാണ് രക്ഷ കൈവരുന്നത്. മലയിൽ കയറുന്നത്, വിശുദ്ധമായ ആലയങ്ങൾ സന്ദർശിക്കുന്നത്, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിന് വേണ്ടി ഒരു തീരുമാനമെടുക്കാൻ അത് ഉപകരിക്കുമെങ്കിൽ, അല്ലെങ്കിൽ അത് വെറും സമയം പാഴാക്കലാണ്. സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ കയറിയതുകൊണ്ടല്ല സക്കേവൂസ് മാനസാന്തരപ്പെട്ടത്, മറിച്ച് ദൈവത്തിനു വേണ്ടി കഷ്ടതകൾ അനുഭവിക്കുകയും ഈശോയെ സ്വീകരിച്ച് ഈശോയുടെ നാമത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തതുകൊണ്ടാണ് അവൻ രക്ഷയുടെ അടയാളമായി മാറിയത്. നിങ്ങൾക്കും രക്ഷയുടെ അടയാളമായി മാറാൻ, രക്ഷ നിങ്ങളുടെ കുടുംബത്തിൽ കരഗതമാക്കാൻ
നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ദൈവത്തിന് വേണ്ടി അനുഗ്രഹീതമായ തീരുമാനം എടുക്കാൻ ഇന്ന് തയ്യാറാകണം. സഹോദരങ്ങളെ, കരുണയുടെ ഈ വർഷം ഒരുപാട് പേർ കരുണയുടെ ഒരുപാട് വാതിലുകൾ കയറിയിറങ്ങുന്നുണ്ട്. ചെറുതും വലുതുമായ ദേവാലയങ്ങളിലെ, വിശുദ്ധമായ കേന്ദ്രങ്ങളിലെ വാതിലുകൾ കയറിയിറങ്ങുന്നുണ്ട്. കയറിയ പാടി തന്നെ ഞാൻ ഇറങ്ങി തിരിച്ചു പോന്നാൽ സത്യത്തിൽ എൻ്റെ വീട്ടിൽ രക്ഷ കൈവന്നു എന്ന് വരില്ല. എന്നാൽ കരുണയുടെ കൂടാരങ്ങൾ സന്ദർശിച്ച് മടങ്ങി വരുമ്പോൾ, കരുണയുടെ വാതിൽ കടന്ന് ഞാൻ മടങ്ങി വരുന്ന നേരത്ത് ദൈവത്തിന് വേണ്ടി ഒരു തീരുമാനം എടുക്കാൻ കഴിയുമെങ്കിൽ, ദൈവത്തിലേക്ക് രക്ഷ കൈവരാൻ തക്ക വിധത്തിൽ ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ തീർച്ചയായും ഞാനും നിങ്ങളും അനുഗ്രഹീതമാകും. ഈ കഥ അവസാനിക്കുമ്പോൾ അവൻ്റെ പേരിൻ്റെ അർത്ഥം റൈച്ചസ് പേഴ്സൺ എന്നായിരുന്നുവെങ്കിൽ, നീതിമാനായ മനുഷ്യൻ എന്നായിരുന്നുവെങ്കിൽ, ഇതാ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിലെ സക്കേവൂസിൻ്റെ ആ കഥ പറയുന്ന ആദ്യ വരികൾ വായിക്കുമ്പോൾ അവൻ ഏറ്റവും മോശപ്പെട്ട വിധത്തിൽ പേരിൻ്റെ അർത്ഥത്തിന് വിപരീതമായി നടക്കുന്ന വ്യക്തിയായിരുന്നെങ്കിൽ, ആ സംഭവത്തിൻ്റെ അവസാനം നമ്മൾ വായിക്കുമ്പോൾ പേരിൻ്റെ അർത്ഥം ജീവിക്കുന്ന മനുഷ്യനായി അവൻ മാറി. സക്കേവൂസ് അനുഗ്രഹീതനായി മാറി. സഹോദരങ്ങളെ, ഈ സക്കേവൂസിന് പിന്നീട് എന്താണ് സംഭവിച്ചത്? സക്കേവൂസ് ടാക്സ് കളക്ടറായി വീണ്ടും തുടരുകയായിരുന്നു. വീണ്ടും അദ്ദേഹം റോമൻ ഗവൺമെൻറ് പറയുന്നതനുസരിച്ച് ടാക്സ് കളക്ട് ചെയ്തു. അവൻ്റെ ജോലിയിലൊന്നും വ്യത്യാസം വന്നില്ല, അവൻ്റെ ഭാവങ്ങളിലൊന്നും പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ വ്യത്യാസം വന്നില്ല. പക്ഷേ അവൻ്റെ ആന്തരികമായ ഭാവത്തിൽ വ്യത്യാസം വന്നു, അവൻ്റെ തീരുമാനങ്ങളിൽ വ്യത്യാസം വന്നു. അതുകൊണ്ട് അവൻ സ്വർഗത്തിൻ്റെ ഭാഗമായി മാറി. അവൻ്റെ പേരിൻ്റെ അർത്ഥത്തിനൊത്ത വിധത്തിൽ ജീവിക്കാൻ കഴിവുള്ള, കൃപയുള്ള, അനുഗ്രഹീതനായ മനുഷ്യനായി മാറി. സക്കേവൂസിന് ഒരു പാസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നീട് അനുഗ്രഹീതമായ ഒരു ഫ്യൂച്ചർ, അനുഗ്രഹീതമായ ഒരുപാട് ഭാവി അവന് ലഭിക്കാൻ സ്വർഗത്തിലെ പിതാവ് അനുവദിച്ചു. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ കയറി ഇറങ്ങിയാൽ എനിക്കും നിങ്ങൾക്ക് മാറ്റമുണ്ടാകില്ല. മറിച്ച് കയറുകയും ഇറങ്ങുകയും ചെയ്തതിനു ശേഷം യേശുക്രിസ്തുവിനെ ഭവനത്തിൽ സ്വീകരിച്ച് അനുഗ്രഹീതമായ തീരുമാനങ്ങൾ നമ്മൾ എടുത്താൽ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കും. കർത്താവെ, യേശുവിനെ സ്വീകരിച്ച് വലിയ മാറ്റങ്ങൾ സ്വീകരിക്കാൻ തക്ക വിധത്തിൽ ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെയും കുടുംബങ്ങളെയും ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഉപാസന ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനെ
അവിടുത്തെ അന്വേഷിക്കുന്നവർ അവിടുത്തെ കണ്ടെത്തും. ഓ ദിവ്യകാരുണ്യ കർത്താവേ, അങ്ങയെ കണ്ടുമുട്ടാനാണ് ഞങ്ങൾ മുഴുവൻ യാത്രകളും മുഴുവൻ പ്രാർത്ഥനകളും നടത്തുന്നത്. അങ്ങയെ ഞങ്ങൾക്ക് കാണണം, അങ്ങയെ ഞങ്ങൾക്ക് സ്നേഹിക്കണം, അങ്ങയോട് കൂടെ ഞങ്ങൾക്ക് വസിക്കണം. ഇതാ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെ അടുത്തേക്കും ഇതാ യേശു കടന്നു വരുന്നു. അവനെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നവർ അവനെ കണ്ടെത്തുക തന്നെ ചെയ്യും. കർത്താവേ, ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ പ്രതിസന്ധികളിൽ കുടുങ്ങാനുള്ള കാരണം അങ്ങയെ ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ല, അങ്ങയെ ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല, അങ്ങ് ആരാണെന്ന് ഇന്നും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. മറ്റുള്ളവർ പറയുന്ന യേശുവിനെയെ ഞങ്ങൾക്ക് പലപ്പോഴും അറിയൂ. ഈശോയെ, അങ്ങയെ ഞങ്ങൾക്ക് കാണണം, അങ്ങയെ ഞങ്ങൾക്ക് സ്നേഹിക്കണം, അങ്ങയോട് ഞങ്ങൾക്ക് ചേർന്നിരിക്കണം. ഏറെ സ്നേഹത്തോടെ കർത്താവിനെ നോക്കി നമുക്ക് പറയാം, ഈശോയെ, അങ്ങയെ ഞങ്ങൾക്ക് കാണണം, അങ്ങയെ ഞങ്ങൾക്ക് സ്നേഹിക്കണം, അങ്ങയോട് ഞങ്ങൾക്ക് ചേർന്നിരിക്കണം. ഈശോയെ, അവിടുന്ന് ആരെല്ലാം കണ്ടിട്ടുണ്ടോ, ആരെയെല്ലാം അങ്ങ് കണ്ടിട്ടുണ്ടോ, അവരുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെട്ടതായി ഞങ്ങൾ കാണുന്നു. ഇതാ പാപിനിയായ സ്ത്രീ, അവൾ ഏറെ ദാഹത്തോടെ അങ്ങയെ സമീപിച്ചു, അവളുടെ ജീവിതം രൂപാന്തരപ്പെട്ടു. അങ്ങേക്കായി അനുഗ്രഹീതമായ തീരുമാനം അവൾ എടുത്തു, ഇനി മുതൽ ഞാൻ പാപത്തിന് പോകില്ല എന്ന്. സമറിയാക്കാരി സ്ത്രീ അങ്ങയെ കണ്ടുമുട്ടി, ഇനി മറ്റൊരു ദാഹത്തിൻ്റെ പിന്നാലെയും മറ്റൊരു അരുവിയും തേടി ഞാൻ പോകില്ല എന്നവൾ തീരുമാനിച്ചു. അവൾ യേശുവിൻ്റെ പ്രേക്ഷിതയായും രൂപാന്തരപ്പെട്ടു. ഇതാ 38 വർഷമായി തളർവാദം പിടിച്ച് ബെത്സയിദാ കുളക്കരയിൽ കഴിച്ച രോഗി നിന്നെ കണ്ടുമുട്ടി, രോഗം മാറി സുവിശേഷകനായി രൂപാന്തരപ്പെട്ടു. ഇതാ സക്കേവൂസ് നിന്നെ കണ്ടുമുട്ടി, അവൻ അനുഗ്രഹീതമായൊരു തീരുമാനം നിന്നെ നോക്കി അവൻ എടുത്തു. ആ കുടുംബത്തിൽ രക്ഷ കൈവന്നു, അനുഗ്രഹീത ശുശ്രൂഷകനായി അവൻ രൂപാന്തരപ്പെട്ടു. കർത്താവേ, അങ്ങയെ ഞങ്ങൾക്ക് കാണണം, അങ്ങയെ ഞങ്ങൾക്ക് സ്നേഹിക്കണം. സക്കേബൂസിനെ പോലെ തന്നെ ഞങ്ങളുടെ ഹൃദയമാകുന്ന വീടുകളിൽ, ഞങ്ങളുടെ ഹൃദയമാകുന്ന ആലയങ്ങളിൽ അവിടുത്തെ ഞങ്ങൾക്ക് പ്രതിഷ്ഠിക്കണം. ലോകത്തിൻ്റെതായ സകലത ഞങ്ങൾക്ക് എടുത്തു മാറ്റണം. അങ്ങയോട് കൂടെ വസിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, പലപ്പോഴും ഞങ്ങൾക്കുള്ളതിനെ ചുറ്റിപ്പറ്റി ഞങ്ങൾ ജീവിക്കുന്നു. കാരണം അങ്ങയെ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല, അങ്ങയെ ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടില്ല. ഇതാ ഈ സമയം സക്കേവൂസിനെ പോലെ തന്നെ തീരുമാനമെടുക്കാനുള്ള അവസരമാണ്. അവൻ തീരുമാനമെടുത്തു. യേശുവിൻ്റെ അധരത്തിൽ നിന്നും ഉടനെ തന്നെ ദൈവത്തിൻ്റെ വചനം കടന്നു വന്നു. ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നുവെന്ന്. രക്ഷിക്കപ്പെടാൻ ആഗ്രഹമുണ്ടോ? ഇതാ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക, യേശുവിനായി തീരുമാനങ്ങൾ എടുക്കുക. തീരുമാനം എടുക്കുന്നവരെ അനുഗ്രഹിക്കാൻ നോക്കിയിരിക്കുകയാണ് ദിവ്യകാരുണ്യ യേശു. അവനിലേക്ക് തീരുമാനം ഞാൻ എടുക്കുന്ന സമയത്ത് തന്നെ അവനിതാ എൻ്റെ ജീവിതത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. എൻ്റെ രോഗത്തിലേക്ക്, എൻ്റെ പ്രതിസന്ധികളിലേക്ക്, എൻ്റെ ബാധ്യതകളിലേക്ക്, എൻ്റെ കുഞ്ഞുങ്ങളിലേക്ക്, എൻ്റെ ഭവനത്തിലേക്ക്. ഓ യേശുവേ, സക്കേവൂസിൻ്റെ ഭവനത്തിൽ എന്നതുപോലെ എൻ്റെ വീട്ടിലേക്ക് നീ വരണമേ എന്ന് സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സക്കേവൂസേ പോൽ രക്ഷ കൈവരിക്കാൻ സർവവും നാഥനായി സമർപ്പിക്കുവാൻ. ഓ കർത്താവേ, എല്ലാം ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സക്കേവൂസേ പോൽ
രക്ഷ കൈവരിക്കാൻ സർവവും നാഥനായി സമർപ്പിക്കുവാൻ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ, ഞങ്ങളുടെ വേദനിപ്പിക്കുന്ന വിഷയങ്ങളെ, ഞങ്ങളുടെ ബാധ്യതകളെ, ഞങ്ങളുടെ കഷ്ടതകളെ സകലതും അന്ന് സക്കേവൂസ് നിന്റെ മുമ്പിൽ അടിയറ വെച്ചതുപോലെ തന്നെ ഓ കർത്താവെ ഞങ്ങൾ അടിയറ വെച്ച് തീരുമാനങ്ങൾ എടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സക്കേവൂസേ പോൽ രക്ഷ കൈവരിക്കാൻ സർവവും നാഥനായി സമർപ്പിക്കുവാൻ. തീരുമാനങ്ങൾ ഇന്നെടുത്തിടാൻ നാഥ അനുഗ്രഹിക്കൂ. തീരുമാനങ്ങൾ ഇന്നെടുത്തിടാൻ നാഥ അനുഗ്രഹിക്കൂ. സക്കേവൂസേ പോ രക്ഷ കൈവരിക്കാൻ സർവവും നാഥനായി സമർപ്പിക്കുവാൻ. തീരുമാനങ്ങൾ ഇന്നെടുത്തിടാൻ നാഥ അനുഗ്രഹിക്കൂ. പുണ്യസ്ഥലങ്ങൾ ആവർത്തിച്ച് സന്ദർശിച്ചിട്ടും എന്തുകൊണ്ട് എൻ്റെ ഭവനത്തിന് രക്ഷ കൈവരുന്നില്ല? കുരിശുമരത്തെ ആഞ്ഞ് ചുംബിച്ചിട്ടും എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ യേശുവിൻ്റെ ശക്തി എനിക്ക് അനുഭവവേദ്യമാകുന്നില്ല? കരുണയുടെ കവാടത്തിലൂടെ ഞാൻ പ്രവേശിച്ചിട്ടും കർത്താവിൻ്റെ കരുണയുടെ കരം എന്നെ ആഞ്ഞു പുലുകുന്നതായി എന്തുകൊണ്ട് എനിക്ക് അനുഭവപ്പെടുന്നില്ല? അതാ കർത്താവ് നമ്മോട് പറയുന്നു, അവനു വേണ്ടി അവൻ പറയുന്ന തീരുമാനം ഞാൻ എടുത്താൽ എൻ്റെ ഭവനത്തിനും രക്ഷ കൈവരും. എൻ്റെ കുടുംബവും എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ സഹോദരങ്ങളും മാതാപിതാക്കളും അനുഗ്രഹത്തിൻ്റെയും രക്ഷയുടെയും അടയാളമായി മാറും. നമുക്കിപ്പോൾ തീരുമാനിക്കാം. യേശുവിന് സ്വീകാര്യമല്ലാത്തത് പലതും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവ നമുക്ക് എടുത്തു കളയാം. വ്യക്തി ജീവിതത്തിലുണ്ടെങ്കിൽ അതെല്ലാ കാലത്തേക്കുമായി നമുക്ക് ഉപേക്ഷിക്കാം. ഇന്നും വിഷമത്തിലും വൈരാഗ്യത്തിലും നമ്മൾ കഴിയുമെങ്കിൽ സംസാരിക്കാമെന്നും അവരുമായി രമ്യപ്പെടാമെന്നും നമുക്ക് തീരുമാനിക്കാം. ഇതാ രക്ഷിക്കാൻ അവൻ നോക്കിയിരിക്കുന്നു, കടന്നു വരാൻ നോക്കിയിരിക്കുന്നു. അവൻ്റെ വലതുകരം നിങ്ങളുടെ മേലുണ്ട്, നിങ്ങളെ ചേർത്ത് പിടിക്കാൻ അവൻ കാത്തു നിൽക്കുന്നു. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സക്കേവൂസിന് കൊടുത്ത അതേ രക്ഷയുടെ കരം ഈ സമയം ഞങ്ങളെയും ആഞ്ഞു പുൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് സ്തുതിക്കാം യേശുവിനെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, കർത്താവേ ആരാധന, ദൈവമേ ആരാധന. ഓ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഓ മഹത്വപ്പെടുത്തുന്നു കർത്താവേ, ആരാധിക്കുന്നു കർത്താവേ. യേശുവേ ആരാധന കർത്താവേ. ദൈവമേ നന്ദി. ദൈവമേ യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ